കൃത്യമായി എണ്ണി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. വ്യത്യാസം കൊണ്ടാണല്ലോ ആണെന്നും പെണ്ണെന്നും പറയുന്നത്. ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആണെന്നും പെണ്ണെന്നും പറയുന്നതിന് വ്യത്യാസമുള്ളത് കൊണ്ടല്ലേ, പുരുഷനെന്ന സ്ത്രീക്കും പറയുന്നതിന് വ്യത്യാസമുള്ളത് കൊണ്ടല്ലേ. ആ വ്യത്യാസം ഞാനപ്പോൾ കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് സംസാരിക്കും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചോദ്യം ചെയ്യും. കാരണം ക്ലാസ്സിൽ നമുക്ക് എടുക്കേണ്ടിയില്ല അങ്ങനെ. അപ്പോൾ ഒരിക്കൽ കുട്ടീനോട് ചോദിച്ചു, ക്ലാസ്സിൽ വെച്ചാണ് ചോദിച്ചു, എന്താ സർ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ വ്യത്യാസം ചോദിച്ചു. അപ്പോൾ ഞാനൊരു ആ കുട്ടീനെ വിളിച്ചു. കുട്ടി ഇവിടെ വന്നായിരുന്നു. ആ കുട്ടി വന്നിട്ട് ആ കുട്ടിയെ ഞാനൊന്നാണ് ചൂടി പിടിച്ചാണ് എനിക്ക് പോയിരുന്നു പറഞ്ഞു. പിന്നെ ഇപ്പം കുട്ടികളോട് പറഞ്ഞ് നിങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആരും വരുന്നില്ല. എന്താ ഇപ്പം നിങ്ങളല്ലേ വ്യത്യാസം കൽപ്പിക്കുന്നത്, ഞാനല്ലല്ലോ എന്താ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഈ സംശയങ്ങളൊക്കെ നിവാരണം വരുത്താൻ അതിന് സമർത്ഥനും അതിന് സാമർഥ്യമുള്ള അതിന് നല്ല യുക്തിഭദ്രമായി മറുപടികൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരുടെ ആവശ്യകത നിലനിൽക്കുന്ന, വളരെ ശക്തിപ്പെട്ടു വരുന്ന ആവശ്യകത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പം അതുകൊണ്ട് ഒന്നാമത് പണ്ഡിതന്റെ ധർമ്മം, ഒന്നാമത്തേത് നിങ്ങൾ എത്തരത്തിലുള്ള പണ്ഡിതന്റെ അടുക്കൽ അവിടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടതെന്ന് ചോദിക്കാൻ. അപ്പോൾ അതിനുള്ള ഉത്തരം പറഞ്ഞു കേട്ടത് ഒന്ന്, നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് നിങ്ങൾ ദൃഢമായ വിശ്വാസത്തിലേക്ക്, ഉറപ്പിലേക്ക് നിങ്ങളെ നയിക്കുന്ന പണ്ഡിതനായിരിക്കണം. ഒന്നാമത്തത്. ഉസ്താദിനെ പറ്റി ഈ വിഷയത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. രണ്ടാമത്തത് ആ പുസ്തകത്തിൽ ഉസ്താദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അധ്യായങ്ങൾ ഓരോരുത്തരും അവരുടെ അനുഭവത്തിൽ നിന്ന് എഴുതി തന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ പുസ്തകമാണ്. അതിന് നമ്മുടെ ആര്യാട മുഹമ്മദ്, നിലമ്പൂരുള്ള MLA മന്ത്രിക്കായിരുന്ന ആര്യാട മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ പിന്നെ ഉസ്താദിൻ്റെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ഒരുപാട് പണ്ഡിതന്മാരെ പരിചയമുണ്ട്. ആ പണ്ഡിതന്മാരുടെ ജീവിതം എനിക്കറിയാം. അവരെത്രമാത്രം സുഖരൂപരാണെന്ന് എനിക്കറിയാം. അവരെത്രമാത്രം ആർഭാട ജീവിതം നയിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അവരുടെയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ KT മാനം മുസ്ലിയാരെ ഒന്ന് കാണുമ്പോഴാണ്, മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത് എന്ന് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉസ്താദ് ഒരിക്കലും തന്നെ തികച്ചും ഒരു ആർഭാടരഹി, അത്തരത്തിലുള്ള ദുനിയാവിനെ സംബന്ധിച്ചുള്ള അത്തരത്തിലുള്ള മോഹങ്ങളൊന്നുമില്ലാത്ത വിരക്തമായിട്ടുള്ള മനസ്സ്, സാഹിബിൻ്റെ മനസ്സോടുകൂടി ജീവിച്ചിരുന്നയാളാണ് എന്നുള്ളതിന് അവിടുത്തെ ജീവിതം. കാരണം എത്രയും കാലം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. 70 കൊല്ലം, 70-ലേറെ കൊല്ലം ജീവിച്ചിട്ട്, 70-ലേറെ വർഷം ജീവിച്ചിട്ട് പലതരത്തിലുള്ള മേഖലയിലും ഇവിടെയും പലയിടത്തും വിദേശത്തും അതുപോലെ തന്നെ പല ഫണ്ടും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഉസ്താദ്. ആർക്കെങ്കിലും ഉസ്താദിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികൂലമായിട്ടുള്ളൊരു വർത്താനം പറയാൻ, എന്തെങ്കിലും ഒരു സംശയം ഉന്നയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഉസ്താദിൻ്റെ ജീവിതത്തിൽ റഗ്ബത്ത്, മോഹങ്ങൾ, ഇപ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. ഇതൊന്ന് കാണുമ്പോഴേക്ക് വേണം ഒരു നല്ല വീട് കണ്ട എന്നാൽ അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കാൻ പറ്റുക, ഒരു നല്ല കാറ് കണ്ട എന്നാൽ അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കാറ് വാങ്ങാൻ പറ്റുക. അങ്ങനെ ഓരോന്ന് ദുനിയാവിലുള്ള പല കാഴ്ചകൾ കാണുമ്പോഴും ജീവിതാനുഭവങ്ങളും ആർഭാടങ്ങളൊക്കെ കാണുമ്പോൾ അതേപോലെ എനിക്കും വേണമെന്ന് ആഗ്രഹിക്കുകയാണല്ലോ എല്ലാവരും. ഈ ആഗ്രഹം ഇല്ലാത്ത പണ്ഡിതനായിരിക്കണം. അതാണ് ഒമിന റഗ്ബത്തി ഇല സുഹുദി, നിങ്ങളെ മോഹങ്ങളിൽ മോചിപ്പിച്ചിട്ട് സുഹുദിലേക്ക്, പരിത്യാഗയുടെ മനസ്സ് ഉള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നയിക്കും. അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ നയിക്കുന്ന പണ്ഡിതൻ മൂന്നാമത്തത്. നാലാമത്തത് അഹങ്കാരത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ട് നിങ്ങളെ വിനയത്തിലേക്ക് ക്ഷണിക്കുന്ന. ഉസ്താദിനെ പറ്റിയോടെ സൂചിപ്പിച്ചല്ലോ. ഉസ്താദിനെ പറ്റി ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത് കൂടെ സൂചിപ്പിക്കണ്ടായി. ഉസ്താദിൻ്റെ വിനയം എവിടെയാണെങ്കിലും ഉസ്താദിൻ്റെ വിനയം നമ്മൾ വിനയാന്വിതമായിട്ടുള്ള സംസ്ഥാനത്തിൽ വിനയം, പെരുമാറ്റത്തിൽ വിനയം, നിലപാടിൽ വിനയം, എല്ലായിടത്തും ഉസ്താദിൻ്റെ വിനയം. ആ ശബ്ദം പോലും, അനുഗ്രഹീതമായിട്ടുള്ള ശബ്ദം പോലും അങ്ങനെ ഉസ്താദിൻ്റെ ഒരു വിനയാന്വിതൻ്റെ ശബ്ദമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ വിനയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന, അതേപോലെ തന്നെ അദാവത്തി ഇല നസീഹത്തി, ശത്രുതാ മനസ്ഥിതിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ചിട്ട് ഗുണകാംക്ഷയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന. അപ്പോൾ എത്തരത്തിലുള്ള പണ്ഡിതനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടതും നിങ്ങൾ സഹവസിക്കേണ്ടതും എന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ഉത്തരം ഈ 5 ഗുണങ്ങളുള്ള പണ്ഡിതന്മാരായിരിക്കുന്ന. അപ്പോൾ ഉസ്താദിന്റെ ജീവിതത്തെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു പണ്ഡിതനെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല, ഇവിടെ ഈ നാടിനുണ്ടാക്കി തന്നിട്ടുള്ള ഉസ്താദിനെ
സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനുഭവിച്ചവരാണെന്നോടെ ഞാൻ വിശദീകരിക്കുന്ന കൂടെ ചന്ത ഒരു ചന്തപ്പടിയായിരുന്ന അല്ലെ, പുന്നക്കാട് ചന്തയായിരുന്നല്ലോ. ആ ചന്ത നിലനിൽക്കുന്ന സമയത്ത് ചിന്തൻ പകരം ചിന്തയാക്കിയിട്ട് മാറ്റി അല്ലേ. വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും ഉസ്താദിൻ്റെ സേവന മേഖല ഏറ്റവും പ്രധാനമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലാണ്. ഉസ്താദ് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറിയാണ് ഉസ്താദ്. വിദ്യാഭ്യാസമാണ് അവിടെ മതപരമായ മേഖലയിലും വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന അവിടെയാണ് ഉസ്താദ് പ്രവർത്തിക്കുന്നത്. മാത്രമല്ല പിന്നെ നാട്ടിലെ ഈ പ്രദേശത്ത് വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം ഉണ്ടാക്കിയ ഉസ്താദാണെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതല്ലേ. നജാത്ത് വന്നതോടുകൂടിയാണല്ലോ ഈ പ്രദേശത്തിൻ്റെ പുരോഗതിൻ്റെ വന്നത്. കേവലം മുസ്ലിങ്ങൾക്കോ അതല്ലെങ്കിൽ ഈ നജാത്തിൻ്റെ പിന്നെ നജാത്ത് ബന്ധപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല നാട്ടിൽ മുഴുവൻ വെളിച്ചം വന്നത് ഈ നജാത്ത് വന്നതിന് ശേഷം. അപ്പോൾ ഈ നാട് തന്നെ വികസിച്ചത്, ഈ നാട് തന്നെ ഡെവലപ്ഡായത് ഉസ്താദിൻ്റെ സാന്നിധ്യം കൊണ്ടും ഉസ്താദിൻ്റെ പ്രവർത്തനം കൊണ്ടും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഈ നാട് വികസിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാവരും ഉസ്താദിനോട് കടപ്പെട്ടിട്ടുള്ളവരാണ്. ആ കടപ്പാട് എല്ലാവരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുമുണ്ട്. എന്ന് മാത്രമല്ല ഉസ്താദിൻ്റെ ജീവിതത്തിലേക്ക്, ആ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ വ്യക്തിപരമായ ജീവിതം എത്ര സംശുദ്ധമായിരുന്നു എന്ന്, എത്ര നിഷ്പക്ഷമായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഉണ്ടാക്കാതെ ഉസ്താദിനെ പറ്റി പറയുമ്പോൾ ഉസ്താദ് ജീവിതം കൊണ്ടും അങ്ങനെ തന്നെ മരണം കൊണ്ട് പോലും അങ്ങനെയായിരുന്നു അല്ലേ. ഉസ്താദ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ആർക്കും ഒരു ദ്രോഹം ഒരു വിഷമവും വരുത്തി വെച്ചില്ല. ഞാൻ ഓർക്കുകയാണ് ഇവിടെ ഞാൻ ഈ പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ മങ്ങാത്ത മന്നസ്മിതം എന്ന പുസ്തകത്തിൽ ഒരുപാട് അധ്യായങ്ങൾ ഇതിന് നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ പുന്നക്കാട്ടുള്ള കുഞ്ഞാക്ക ഉസ്താദ് ഗൾഫിൽ ചെയ്യുന്ന സമയത്ത് ഉസ്താദിനെ സൽക്കരിക്കാൻ വേണ്ടി അദ്ദേഹം മത്സ്യം വാങ്ങിയിട്ട് സൽക്കരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇക്കോറെ മറ്റോ കൊണ്ടുവന്നാണ്ട് നന്നായിട്ട് പാകം ചെയ്തിട്ട് ആ ഉസ്താദിനെ പെട്ടെന്ന് ഉസ്താദിനോടൊക്കെ പോകാനുണ്ട്, അതുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉസ്താദിന് ആദ്യം ഭക്ഷണം വിളമ്പി കൊടുത്തു. ഉസ്താദ് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു പോയതിന് ശേഷം കുഞ്ഞാക്ക് നോക്കുമ്പോൾ അബദ്ധവശാൽ വീട്ടുകാർ പിന്നെ മത്സ്യം വേവിച്ചപ്പോൾ മത്സ്യത്തിൽ ഉപ്പിന് പകരം പഞ്ചസാര മാറിയിട്ടിരിക്കണം. അപ്പോൾ ഉസ്താദ് പക്ഷേ ഇത് പഞ്ചസാരയാണെന്നുള്ള ഒരു ഭാവവും കാണിക്കാതെ വിളമ്പി കൊടുത്തു. കാരണം എന്നെ സൽക്കരിക്കാൻ വേണ്ടി അവർ ഒരുക്കിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എനിക്കിത് ഇഷ്ടപ്പെടില്ലാന്നോ എനിക്കൊരു വിഷമമുണ്ടായിരുന്നു വരരുത് എന്നുള്ളവർക്ക് ആ പഞ്ചസാരട്ടെ മത്സ്യം വളരെ നന്നായിട്ട് ഉസ്താദ് കഴിച്ചു എന്നാണ്. എന്നിട്ട് കുഞ്ഞാക്കത് കഴിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇത് പഞ്ചസാര പകരട്ടിരിക്കുന്നത്. കാരണം ഒരാൾക്കും ഒരു വിഷമവും ജീവിതത്തിൽ ഒരു വിഷമവും ആർക്കും കേൾപ്പിക്കാത്ത തരത്തിലുള്ള ജീവിതമായിരുന്നു ഉസ്താദിൻ്റേത്. ഇവിടെ പിന്നെ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഉസ്താദ് ഈ നിഷ്പക്ഷത, ജീവിതത്തിലുള്ള നിഷ്പക്ഷത, വളരെ ചെറിയ കുട്ടികളൊരിക്കൽ ഈ സമസ്തയുടെ റേഞ്ച് അടിസ്ഥാനത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള മത്സരം നടക്കുന്ന റേഞ്ചിൻ്റെ അപ്പോൾ കുട്ടികൾ എന്നാണ് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ സമസ്തൻ്റെ റേഞ്ചിൻ്റെ മത്സരത്തിന് പോകണവരാണ് ഞങ്ങളൊക്കെ മത്സരാർത്ഥികളാണ്, ഞങ്ങൾക്ക് വിജയം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ ജമിയത്തുൽ മുഅല്ലിമീൻ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കേരളത്തിലാകെയുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറിയാണ്. ഞാൻ ഇവിടെ മദ്രസയിൽ കേരളത്തിലുള്ള സകല മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചാൽ പക്ഷപാതാവൂല, അതുകൊണ്ട് പ്രാർത്ഥിക്കില്ല, എല്ലാവരുടെയും വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ല, നിങ്ങളെ വിജയത്തിന്. അപ്പോൾ ചെറിയ കുട്ടികൾ വന്നാണ്ട് ആഗ്രഹം പറയുമ്പോൾ പോലും ഇതിൽ കൂടി കുട്ടികൾക്ക് നിഷ്പക്ഷത, ആ നിഷ്പക്ഷത എന്നൊരു തത്വം, ഒരു മൂല്യം കുട്ടികൾക്ക് ഉസ്താദ് പകർന്നുകൂടി ചെയ്യുന്നുണ്ട് അതിൽ കൂടി. അപ്പോൾ അതുകൊണ്ട് നിഷ്പക്ഷത, എവിടെയും നിഷ്പക്ഷത, തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള ഒന്നും ഉപയോഗിക്കുക. ഇവിടെ പിന്നെ നജാത്തിൽ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സമയത്ത് തന്നെ എത്തിയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കലുണ്ടല്ലോ, പലരും തീർച്ചയായിട്ടും കൊടുക്കലില്ലേ. അപ്പോൾ ഭക്ഷണം വിളമ്പുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അഗതികൾക്ക്, അനാഥകൾക്ക് വേണ്ടി തീർച്ചയായിട്ടുള്ള ഭക്ഷണത്തിൽ അഗതികൾക്ക് കൊടുക്കണമെങ്കിൽ പ്രത്യേക അനുവാദം ചോദിക്കുമായിരുന്നു. അതേപോലെ തന്നെ ആ ഭക്ഷണം ഉസ്താദ് കഴിക്കുകയായിരുന്നു. കഴിക്കണമെങ്കിൽ ഇത് ഭക്ഷണം നൽകണവർ നിർബന്ധിച്ചെങ്കിലേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവിതത്തിൽ നിഷ്പക്ഷത പുലർത്തിയിട്ട് തൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, തൻ്റെ പൊതുവായിട്ടുള്ള ഒന്നും തന്നെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി പിന്നെ എടുക്കാതെ അതെല്ലാം ഇസ്ലാമിൻ്റെയും ദീനിൻ്റെയും താല്പര്യത്തിന് വേണ്ടിയിട്ട് നിഷ്പക്ഷമായിട്ട് നിലകൊണ്ടിട്ടുള്ള നിലപാടുകളിലൊക്കെയും നിഷ്പക്ഷത പുലർത്തിയിട്ടുള്ള
ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഉസ്താദിനെ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു മാതൃകായോഗ്യനായിട്ടുള്ള എല്ലാ നിലക്കും ഒരു സാമ്പിൾ, ഒരു മോഡൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ, അത്തരത്തിലുള്ള ഒരു പണ്ഡിതൻ. ഇനി അതേ സമയത്ത് തന്നെ അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. മതപണ്ഡിതനായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നിരിക്കുന്നത്, മതപണ്ഡിതനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം നാട്ടിലുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ ഈ പ്രദേശത്തെ നജാത്ത് എന്ന സ്ഥാപനം, നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള പേരിൽ അദ്ദേഹം സ്ഥാപനം ഉണ്ടാക്കി. നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് ഇനി എത്തിയിട്ടില്ല. നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എത്തിയിട്ടുള്ളൂ ഇതുവരെയും. ടെക്നോളജി ഇനിയും എത്താനിരിക്കുന്നു. അപ്പോൾ എത്താനിരിക്കുന്ന ബ്രാഞ്ചുകളെപ്പോലും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള നാമകരണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി തന്നെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ സ്ഥാപനത്തിൽ അവിടെ റബ്ബർ വെക്കാൻ തീരുമാനിച്ചപ്പോഴേ സ്ഥാപനത്തിൻ്റെ വരുമാനത്തിന് വേണ്ടി, നജാത്തിൻ്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് റബ്ബർ വെക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്? റബ്ബർ വെച്ചാൽ കുട്ടികളെ കൊതുക് കടിക്കൂലേ? അപ്പോൾ റബ്ബർ വെച്ചാൽ ഇത്ര വലിയ ഒരു സംരംഭത്തിന് മുൻകൈ എടുക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത്, ആലോചിക്കണം എന്താ? കുട്ടികളെ കൊതുക് കടിക്കൂലേ? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് കൈകാര്യം ചെയ്തിരുന്ന ഒരു മഹൽ വ്യക്തിത്വമായിട്ട് ഉസ്താദിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ആർക്കും എന്തും സംസാരിക്കാൻ പറ്റുന്ന, ആർക്കും എന്തും ഉസ്താദുമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു. അത്രമാത്രം ചെവി തരുന്ന, എല്ലാം പറയുന്നതൊക്കെ കേൾക്കുന്ന, നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ മിൻ ജിദ്ദത്തിൽ ആലിമി അൻ യകൂനൽ കലാമു അഹബ്ബ ഇലൈഹി മിനൽ ഇസ്തിമാഇ. മിൻ ജിദ്ദത്തിൽ ആലിമി അൻ യകൂനൽ കലാമു അഹബ്ബ ഇലൈഹി മിനൽ ഇസ്തിമാഇ. ഒരു പണ്ഡിതൻ എൻ്റെ ഫിത്നയുടെ ഉദാഹരണമായിട്ട്, ആ പണ്ഡിതൻ ഫിത്നക്കാരാണെന്നതിന് തെളിവാണ് അൻ യകൂനൽ കലാമു അഹബ്ബ ഇലൈഹി മിനൽ ഇസ്തിമാഇ. കേൾക്കുന്നതിനേക്കാൾ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാണ്. പറയാൻ ഇഷ്ടമുണ്ടാവുക, കേൾക്കാൻ ഇഷ്ടമില്ലാതിരിക്കുക. ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ നേരെ ചെവി കൊടുക്കാതിരിക്കാതെ. ഉസ്താദിനെ സംബന്ധിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം, ഉസ്താദ് ആരെന്ത് പറയുന്നതും കേൾക്കാൻ, ചെവി താത്തി കേൾക്കാൻ സന്നദ്ധതയുള്ള ഒരു പ്രകൃതമായിരുന്നു ഉസ്താദിൻ്റേത്. അങ്ങനെ നമ്മൾ ഒരു പണ്ഡിതൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും സമഗ്രമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമായിട്ട് നമുക്ക് ഉസ്താദിൻ്റെ ജീവിതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉസ്താദ് ഇരുന്നിടത്ത് നിന്ന് അവിടെ എഴുന്നേൽക്കേണ്ടി വന്നിട്ടില്ല. 25-ാമത്തെ വയസ്സിൽ ബാഖിയാത്ത് സാലിഹാത്തിൽ പോയിട്ട് പഠിച്ച് ബാഹവി ബിരുദം നേടി വന്നതിന് ശേഷം, പണ്ഡിത പട്ടം നേടി വന്നതിന് ശേഷം ഉസ്താദ് ഇരിങ്ങാട്ടിയിലാണല്ലോ ഹാദിയാവുന്നത്. ആ മരണം വരെയും ഇരിങ്ങാട്ടിലെ ഹാദി സ്ഥാനത്ത് നിന്ന് ഉസ്താദ് ഇറങ്ങേണ്ടി വന്നിട്ടില്ല, ഉസ്താദ് മാറേണ്ടി വന്നിട്ടില്ല. നജാത്ത് കോളേജിൻ്റെ സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്ന്, സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഏതൊക്കെ സ്ഥാനങ്ങൾ ഉസ്താദ് വഹിച്ചോ ആ സ്ഥാനത്ത് നിന്നും ഒരിക്കലും തന്നെ ഉസ്താദിന് ആ സ്ഥാനത്തിൽ ഒരു ചലനവും ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ഉസ്താദ് സർവ്വസമ്മതനാണ്, എല്ലാവർക്കും സമ്മതനാണ്. തൻ്റെ നിലപാടുകളൊക്കെ നിഷ്പക്ഷമായിരിക്കും, അത്രമാത്രം നീതിപൂർണമായിരിക്കും. അത്രമാത്രം നീതിപൂർണമായിട്ടുള്ള നിഷ്പക്ഷമായ നിലപാടെടുക്കുന്നത് കൊണ്ട് ഉസ്താദിൻ്റെ നേതൃത്വത്തോട് ആർക്കും തന്നെ വിയോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇരുന്നിടത്ത് നിന്ന് എവിടെയാണെങ്കിലും ശരി, അത് സമസ്തയിലാണെങ്കിലും അത് മഹലിലാണെങ്കിലും അത് സ്ഥാപനത്തിലാണെങ്കിലും അവിടുന്ന് ഒന്നും തന്നെ ഉസ്താദിനെ ഇറങ്ങേണ്ടി വന്നില്ല, മരിക്കുന്ന സമയത്തല്ലാതെ. അപ്പോൾ അവിടുന്ന് നയിച്ചിട്ടുള്ള ഏത് മേഖലയിലും അദ്ദേഹത്തിന് സ്വീകാര്യനായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പലരും ഒരു സ്ഥാനത്ത് 5 വർഷം ഇരുന്നാൽ എപ്പോഴാണ് ഇയാളെ ഇവിടെ ഒഴിവായി കിട്ടാൻ അവസരം കിട്ടുക, എപ്പോഴാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ അവസരം, അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടോ? കാരണം നിലപാടുകൾ അങ്ങനെയാവുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സമ്പൂർണ്ണമായ ഒരു പെർഫെക്റ്റ് മാൻ, ഒരു പരിപൂർണ മനുഷ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് മാൻ, എല്ലാ നിലക്കും പെർഫെക്റ്റ് മാൻ. അതുക്കേര് പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കാൻ വേണ്ടിയിട്ട്, അതുക്കിയാന്നുള്ള സയ്യിദ് മുഹമ്മദിൻ്റെ കിതാബിൽ പറയുന്നില്ലേ, പിന്നെ ഒരാൾ അള്ളാഹിനോട് അടുക്കാൻ വേണ്ടിയിട്ട് പല വഴികളുണ്ടെന്ന്. പല വഴികളാണ്, പിന്നെ പല തുറുക്കുണ്ട്, പല വഴികളുണ്ട് എന്ന് പറയുന്നത്. ആ വഴികളിൽ 2-3 വഴികൾ എടുത്തേണ്ടി പറയുന്നു. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇബാദത്ത്, ദിക്ർ, ഔറാദ്, സലാത്ത്, സിയാം, ഇങ്ങനെ ആരാധന നിരതനായിട്ട് അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കും. വേറെ ചിലർ അങ്ങനെയല്ല, അങ്ങനെ ഇബാദത്തൊന്നും അത്ര കൂടുതലായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടല്ല. അവർ പിന്നെ ഈ ജനസേവനം കൊണ്ട്, ജനങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ ജനസേവനം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരുണ്ടായിരിക്കും. ആരാധന നിരതരായിട്ട്
അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. അങ്ങനെ പല ത്വരീഖുകളും ഉണ്ടെന്ന് സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹത്തിൻ്റെ അദ്കീര് പറഞ്ഞതുപോലെ ഉസ്താദിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ മേഖലയിൽ കൂടിയൊക്കെ ഈ ത്വരീഖുകളിലൂടെ ഒക്കെയും അള്ളാഹുവിലേക്ക് അടുക്കാൻ അവസരമുണ്ടായിട്ടുള്ള വ്യക്തിയാണ് ഉസ്താദ് എന്ന് കാണാൻ സാധിക്കും. ഉസ്താദ് മറ്റേ പണ്ഡിതനായിരുന്നു, മുറബി, ഒന്നാമത് പറഞ്ഞിരിക്കുന്നതാണ് മുറബിയായിട്ട് ബൈനൽ അനാമി മുറബിയൻ എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ അവർക്ക് ശിക്ഷണം നൽകുന്ന ഒരു ഗുരുനാഥനായിട്ട് ആ വഴിയിലൂടെ അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഉസ്താദ് തൻ്റെ ജീവിതകാലം മുഴുവൻ അധ്യാപനത്തിൽ നിരതനായി, ശിക്ഷണത്തിൽ നിരതനായി, തൻ്റെ കീഴിലുള്ളവർക്ക് ശിഷ്യന്മാർക്കൊക്കെ ശരിക്കും തെർബിയത്തും തസ്കിയത്തൊക്കെ നൽകുന്ന തരത്തിൽ ആ വഴിയിലൂടെ അള്ളാഹുവിനോട് അടുക്കാൻ, അതേപോലെ തന്നെ ഖിദ്മത്തുന്നാസ്, ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെ സേവനത്തിലൂടെ ജനസേവനത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ദിക്ർ, ഔറാദ്, നിസ്കാരം, സ്വലാത്ത് എന്നൊക്കെ തുടങ്ങിയ കാര്യം. അപ്പോൾ ഈ മൂന്ന് നിലക്കും അള്ളാഹുവിൻ്റെ സാമീപ്യത്തിന് വേണ്ടി അള്ളാഹുവിലേക്കുള്ള വസിൽ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക, വസിലിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ആളാണ് ഉസ്താദ്. അതുകൊണ്ട് ഈ മൂന്ന് തരത്തിലും വ്യത്യസ്തമായ തലങ്ങളിലൂടെ എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ സാന്നിധ്യവും നേടാൻ യോഗ്യനായിട്ടുള്ള വ്യക്തിയായിട്ടാണ് ഉസ്താദ് ജീവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് കേവലം ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ കേവലം അധ്യാപന രംഗത്ത് മാത്രമല്ല, ജനസേവന രംഗത്ത്, പൊതുരംഗത്ത് തന്നാൽ കരയേറേണ്ടവർ എത്രയോ താഴത്തു വാഴ്ചകളിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ഭ്രമമതം ബോധിക്കും തപോനിരിക്കേണ്ട ചാരിതാർക്കെന്നൊരു കവി പറഞ്ഞിട്ടുണ്ടല്ലോ. ജനങ്ങൾ എങ്ങനെ വാഴ്ചകളിൽ കിടക്കുന്ന സമയത്ത് തനിക്ക് മാത്രം ഉന്നതി ആഗ്രഹിച്ചുകൊണ്ട് ബ്രഹ്മപദം ആഗ്രഹിച്ചുകൊണ്ട് ഭക്തിയിൽ നിരതനായി ഇങ്ങനെ ജീവിക്കുക, ജനങ്ങളുടെ സാന്നിധ്യം ജനങ്ങളിലേക്ക് ഇറങ്ങാതെ അത്തരത്തിലുള്ള ഒരു പണ്ഡിതനായി ഇന്നില്ലല്ലോ ഉസ്താദ്. ജനങ്ങളുമായി ഇടപഴകുകയും അവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന കഷ്ടപ്പാടും ത്യാഗങ്ങളൊക്കെ സഹിക്കുകയും ചെയ്യുന്നവൻ ഒരു മൂമിനാണ്. അതൊന്നും ഇല്ലാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മൂമിനേക്കാൾ ഉത്തമനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ജനമധ്യത്തിൽ ജീവിച്ച, ജനങ്ങൾക്കിടയിൽ ജീവിച്ച അത്തരത്തിലുള്ള ഒരു പണ്ഡിതനായിട്ട് ഉസ്താദിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം തുടങ്ങിയത് മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഇപ്പം നാളിനെ ആലോചിച്ച് നോക്കി, കേരളത്തിൽ ഉസ്താദ് നല്ലൊരു സാഹിത്യകാരനാണല്ലോ, ഉസ്താദ് കവിയാണല്ലോ. എന്തുകൊണ്ടാണ് പിന്നെ മാപ്പിള സാഹിത്യ ചരിത്രം നമ്മുടെ CN അഹമ്മദ് മൗലവിയും KK മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബും തയ്യാറാക്കിയിട്ടുള്ള മഹത്തായ മാപ്പിള സാഹിത്യ ചരിത്രം ഒരു ഗ്രന്ഥമുണ്ട്. ഒരു 10,000-ലേറെ പേജ് വരുന്ന ഒരു ഗ്രന്ഥമുണ്ട്. കേരളത്തിലെ എഴുത്തുകാരൊക്കെ വളരെ നിസ്സാരന്മാരായിട്ടുള്ള എഴുത്തുകാർ കൂടി അതിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് KT ഉസ്താദിൻ്റെ പേരിൽ കാണാത്തതെന്ന് ഞാൻ നോക്കി. ആ പുസ്തകത്തിൽ മഹത്തായ മാപ്പിള ചരിത്രം എന്ന പുസ്തകത്തിൽ CN അഹമ്മദ് മൗലവിയും അതുപോലെ തന്നെ KK മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് എന്ന ചരിത്രകാരനും തയ്യാറാക്കിയ പുസ്തകത്തിൽ പലരും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഉസ്താദിൻ്റെ പേരില്ല? അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഉസ്താദിൻ്റെ പേരിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കരുവാരമുണ്ടുകാരനാണല്ലോ ഉസ്താദ്. ഇവിടെ CN അഹമ്മദ് മൗലവി പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. CN അഹമ്മദ് മൗലവി ഇവിടെ കുറേ കാലം താമസിച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പോൾ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നൊരു പുസ്തകത്തിൽ ഉസ്താദ് ഉണ്ടാവില്ല. കാരണം ഇവിടെ പതി അബ്ദുൽക്കാർ സിലിയര് വന്ന സമയത്ത് പതിയപ്പിക്കാതെ സിലിയര് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് വേണ്ടിയിട്ട് പ്രഭാഷണം നടത്താൻ വേണ്ടി വന്നപ്പോൾ വാദപ്രതിവാദത്തിൻ്റെ ഒരു ഘട്ടത്തിലെത്തി. അങ്ങനെ CN അഹമ്മദ് മൗലവിയും പതി അബ്ദുൽക്കാദറും സിലിയരും തമ്മിൽ വാദപ്രതിവാദം നടത്തണം. വാദപ്രതിവാദത്തിനുള്ള അതിനുള്ള വ്യവസ്ഥകളൊക്കെ തയ്യാറാക്കി പിന്നെ CN അഹമ്മദ് മൗലവി പിന്മാറി. CN അഹമ്മദ് മൗലവി പിന്മാറിയതോടുകൂടി ഉസ്താദ് പദ്യം എഴുതിയിരുന്നു, പാട്ടെഴുതിയിരുന്നു. വഹാബികളതാ പതിയെ കണ്ടാലതാ മല കയറും ദൂരെ ദൂരെ പാറും പറക്കൂരും എന്നൊക്കെ പറഞ്ഞ ഉസ്താദ് പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് CN അഹമ്മദ് മൗലവി പിന്തിരിഞ്ഞ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. അപ്പോൾ CN അഹമ്മദ് മൗലവി ഉസ്താദിൻ്റെ പേരെങ്ങനെ പിന്നെ മഹത്തായ മാപ്പിള സാഹിത്യ ചരിത്രത്തിൽ എഴുതുക? അതുകൊണ്ട് അത് ഉസ്താദിൻ്റെ പേര് കാണാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അത് അന്ന് മുതൽക്ക് തുടങ്ങിയ, ചെറുപ്പം മുതൽക്കേ തുടങ്ങിയിട്ടുള്ളത്. അതൊക്കെ പഠിക്കണ കാലം ഇവിടെ വൈദ്യനാഥിൻ്റെ വൈദ്യനാഥിൻ്റെ ദർസിൽ ഓതി പഠിക്കണ കാലം മുതൽക്ക് തന്നെ ഈ രണ്ട് മേഖലയിലും ഉസ്താദ് പൊതുരംഗത്തുമുണ്ട്. അതോടൊപ്പം തന്നെ
സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെയും അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയൊക്കെ മേഖലയിൽ അതേ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ആ മേഖലയിൽ നിന്നുകൊണ്ട് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് ശരിക്കും പ്രവർത്തിച്ചിട്ടുള്ള ചരിത്രം. അതോടൊപ്പം തന്നെ പൊതുരംഗങ്ങളിൽ തന്നെ ഉസ്താദ് മാറി നിൽക്കുന്ന പൊതുരംഗത്തു നിന്നും മാറി നിൽക്കുന്നില്ല. വിദ്യാഭ്യാസ രംഗമാവട്ടെ, രാഷ്ട്രീയ രംഗമാവട്ടെ, സാമൂഹിക രംഗമാവട്ടെ, അവിടെ നിന്നൊന്നും മാറി നിൽക്കുന്നില്ല. അതാണ് ഒരു പെർഫെക്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ. ഒരു പൂർണ്ണ മനുഷ്യന് അപ്പോഴാണ് പറയാം. കേവലം ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുമ്പോൾ അദ്ദേഹം പെർഫെക്റ്റ് മാൻ ആവുന്നില്ല. അദ്ദേഹം സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, മതരംഗത്ത്, പൊതുരംഗത്ത് എല്ലായിടത്തും ജ്വലിച്ചു നിന്ന ഒരു നേതൃത്വമായിരുന്നു ഉസ്താദിൻ്റേത്. അങ്ങനെയാണ് ഉസ്താദിനെ ഒരു പെർഫെക്റ്റ് മാൻ ആയി, ഒരു പൂർണ്ണ മനുഷ്യനായി, ഒരു ഇൻസാൻ കാമിൽ ആയി നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ഉസ്താദ് ജീവിച്ച പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്തുകാർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹമാണ്. നമ്മളെ ഇവിടുത്തുകാർ അനുഗ്രഹീതരാണ് ഉസ്താദിനെ അനുസ്മരിക്കാനുള്ള. ഇത്തരത്തിലുള്ള ഇത് ഒരിക്കലും തന്നെ ഉസ്താദ് ഇനി ഇത് മാത്രം ചെയ്താൽ പോരാ. ഉസ്താദിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൂടി വായിച്ചറിയണം. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളോട് ഉസ്താദിൻ്റെ നിലപാട് സ്വീകരിച്ചു. ഓരോ പ്രസ്ഥാനങ്ങളോട് ആ പുസ്തകം വായിച്ചു. ഉസ്താദിൻ്റെ ഇവിടെ സൂചിപ്പിക്കേണ്ടായല്ലോ, ഉസ്താദ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുത്ത കൃതികളൊക്കെ ചേർത്തിട്ട് ഒരു ഗ്രന്ഥമായിട്ട് വലിയൊരു ഗ്രന്ഥം 1000 പേജുള്ള ഗ്രന്ഥമായിട്ട് അത് സംവിധാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി ഉസ്താദ് ഓരോ വിഷയങ്ങളോട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ നിലപാടിൽ ഉറച്ചു നിൽക്കലും ആ നിലപാട് വളർത്തിക്കൊണ്ടുവരലും ആ നിലപാട് അനുധാവനം ചെയ്യുവാണ് യഥാർത്ഥത്തിൽ ഉസ്താദിനോട് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ഉസ്താദിൻ്റെ ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് ഉസ്താദിൻ്റെ ഓരോ അധ്യാപനങ്ങളെയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചുകൊണ്ട് അവിടുത്തെ സ്മരണ നമ്മളിലൂടെ ജീവിപ്പിക്കുക. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിൻ്റെ കൂടെ നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുമിപ്പിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇനിയും പരിപാടികളൊക്കെ നടക്കാനിരിക്കുന്നു. ഒരു യാസീൻ പ്രാർത്ഥനയൊക്കെ നടത്തേണ്ടതല്ലേ, അവിടെ ദൂരീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉസ്താദിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് തരട്ടെ എന്ന് ഒന്നുകൂടെ പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനനായ ഹമീദ് ഫൈസി ഏതാനും വാക്കുകൾ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പ്രതീക്ഷിക്കാതെയാണെങ്കിലും ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ മഹല്ലിൻ്റെയും കൂടി ഇതിനെ ആചരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ മഹല്ലിലെ ഒരു കാരണവരായ ബഹുമാനപ്പെട്ട തവളേങ്കൽ മുഹമ്മദ് എന്ന കുട്ടിയാത്തനെ ഷാൾ അണിയിച്ചുകൊണ്ട് ഹമീദ് ഫൈസി ആദരിക്കുകയാണ്. അതിനുവേണ്ടി ഹമീദ് ഫൈസിയെയും അതുപോലെ തന്നെ ആ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കുട്ടിയാത്തനെയും സാദരം ക്ഷണിക്കുകയാണ്. أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد.